Hello and Namaskaram. എല്ലാവർക്കും ടെക് ട്രെൻഡ്സിന്റെ പുതുപുത്തൻ ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ടെക്നോളജിക്കൽ ന്യൂസ് അപ്ഡേറ്റ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇന്നത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ സൈഡിൽ നിന്നാണ്. സാംസങ്ങിന്റെ M30s ഫോൺ യൂസേഴ്സിന് വേണ്ടി ഒരു നല്ല വാർത്തയാണ്. അവരുടെ ഫോണിൽ മിക്കവാറും ഉടനെ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് വരാനിരുന്നത് ഏപ്രിൽ 2020 പക്ഷേ മിക്കവാറും അതിനേക്കാൾ മുന്നേ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട്. കാരണം M30, M20 ഫോണുകളിലും ഫസ്റ്റ് പറഞ്ഞത് ജാനുവരി 2020 ആൻഡ്രോയിഡ് 10 വരാൻ പോകുന്നത്. പക്ഷേ അതിനേക്കാൾ മുന്നേ കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ അവർക്ക് ആൻഡ്രോയിഡ് 10 കിട്ടി. അതുമാത്രമല്ല സാംസങ്ങിന്റെ M സീരീസ് ഫോണിന്റെ ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന സാംസങ് M31 ലേറ്റസ്റ്റ് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്. അതിന്റെ ബാക്ക് ക്യാമറ, അതായത് അതിന്റെ റിയർ ക്യാമറ മോഡ്യൂൾ ലീക്ക് ആയിട്ടുണ്ട്. മുമ്പ് വന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് അതിൽ വരാനിരുന്നത് 3 ക്യാമറാസ് ആണ്. എല്ലാവരും പറഞ്ഞത് ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും. പക്ഷേ ആ മോഡൽ കണ്ടിട്ട് തോന്നുന്നു മിക്കവാറും ക്വാഡ് ക്യാമറ ആയിരിക്കും. 4 ക്യാമറകളാണ് അതിൻ്റെ കൂടെ വരാൻ പോകുന്നത്. പ്ലസ് ആ 5th സ്ലോട്ട് നമ്മൾ കാണുന്നത് അത് ഫ്ലാഷിന്റെ ഡിസ്പ്ലേസ് ആണ്. അതുമാത്രമല്ല മറ്റ് റൂമേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗന്റെ 665 പ്രോസസർ ചിപ്സെറ്റ് ആണ് ഇതിൻ്റെ കൂടെ വരാൻ പോകുന്നത്. പ്ലസ് നമുക്ക് കിട്ടാൻ പോകുന്നത് 4GB റാമും 64GB കപ്പാസിറ്റിയുമാണ്. അതുമാത്രമല്ല ഇതിൽ വരാൻ പോകുന്ന ക്യാമറ 48 മെഗാപിക്സലിൻ്റെ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആപ്പിളിൻ്റെ സൈഡിൽ നിന്നാണ്. നിങ്ങൾ ആപ്പിളിൻ്റെ XS, അതായത് ഐഫോൺ XS മാക്സ് അല്ലെങ്കിൽ ഐഫോൺ XRന് വേണ്ടി സ്മാർട്ട് ബാറ്ററി കേസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്മാർട്ട് ബാറ്ററി കേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫ്രീ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം പുതിയ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്മാർട്ട് ബാറ്ററി കേസുകളിൽ ചില ഡിസൈൻ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആ സ്മാർട്ട് ബാറ്ററി കേസ് നല്ലോണം ചാർജ് ആവുന്നില്ലെങ്കിൽ നിങ്ങളത് ഓഥറൈസ്ഡ് ആപ്പിൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഷോമിയുടെ സൈഡിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഷോമിയുടെ ഗെയിമിംഗ് ഫോൺസിൻ്റെ സീരീസ് ആണ് Blackshark സീരീസ്. Blackshark ഫോണിൻ്റെ 1 and 2 ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. 3 ആണ് ഈ വർഷം ഇറങ്ങാനിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള റൂമേഴ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മിക്കവാറും ഇതിൻ്റെ അകത്ത് വരാനിരുന്നത് 12GB റാമാണ്. പക്ഷേ ഇപ്പോൾ വന്ന റിപ്പോർട്ട്, ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത് 16GB റാം ആയിരിക്കും. 16GB 16GB റാമാണ്. അങ്ങനെ വന്നാൽ അത് റിപ്പോർട്ട്സ് ശരിയാണെങ്കിൽ മിക്കവാറും Blackshark3 ലോകത്തിലെ ഫസ്റ്റ് ഫോണായിരിക്കും 16GB റാം ഉള്ള ഫോൺ. അതുമാത്രമല്ല Blackshark3 മിക്കവാറും 5G സപ്പോർട്ടും കാണും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ Blackshark2 Pro ഉണ്ടല്ലോ, അതിൽ വന്നത് 6.39 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മിക്കവാറും Blackshark3 വരാൻ പോകുന്നത് ചിലപ്പം ക്വാഡ് HD ഡിസ്പ്ലേ ആയിരിക്കും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ Blackshark2 855+ ആയിരുന്നു, അതായത് Qualcomm Snapdragon 855+ ചിപ്സെറ്റ് ആയിരുന്നു. ഇത്തവണ ഇറങ്ങുന്ന Blackshark3 അതിനേക്കാൾ ഇച്ചിരി പവർഫുൾ ആയ പ്രോസസർ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ നിന്നാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെങ്കിൽ മിക്കവാറും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് ഈ ഒരു അപ്ഡേറ്റ്. കാരണം ഇൻസ്റ്റാഗ്രാം ക്യാമറയിലുള്ള ബൂമറാങ് ഫീച്ചറിലെ ആ ബൂമറാങ്ങിൽ 3 ഫിൽറ്റേഴ്സ് വരാൻ പോവുകയാണ്. ആ ഫിൽറ്റേഴ്സിൻ്റെ പേരാണ് സ്ലോമോ, ഇക്കോ ആൻഡ് ഡിയോ. സ്ലോമോ എന്ന ഫിൽറ്റർ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂമറാങ്ങിൻ്റെ വീഡിയോ ഹാഫ് സ്പീഡ് ആക്കാം. ഇക്കോ വെച്ച് നിങ്ങൾക്ക് ഡബിൾ വിഷൻ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഡിയോ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബൂമറാങ് വീഡിയോസ് സ്പീഡ് അപ്പും സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെക്സ്ചർ എഫക്റ്റും ഇടാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ടെക് ട്രെൻഡ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് വരുന്നത് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം US മാത്രമായിട്ട് ഫേസ്ബുക്ക് ഒരു പുതിയ ഫീച്ചർ ഇറക്കിയായിരുന്നു, ലാസോ എന്ന പേരുള്ള ഒരു പുതിയ ഫീച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിക്ടോക്കിൻ്റെ ഒരു എതിരാളിയായിട്ടാണ് ഫേസ്ബുക്ക് ലാസോ ഇറക്കിയിട്ടുള്ളത്. ഫേസ്ബുക്ക് ഈ ലാസോ ഫീച്ചർ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും അത് വരാൻ പോകുന്നത് May 2020 ടിക്ടോക്ക് ഇന്ത്യയിൽ ശരിക്കും പടർന്ന് പിടിച്ചേക്കുവാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിന് എത്രമാത്രം ആ ഒരു മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഫേസ്ബുക്ക് ലാസോ സക്സസ്ഫുൾ ആവുമോ? നിങ്ങളൊരു ടിക്ടോക്ക് യൂസർ ആണെങ്കിൽ നിങ്ങൾ ടിക്ടോക്ക് തന്നെ യൂസ് ചെയ്യുമോ, അതോ ലാസോ നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടോ? അതുണ്ടെങ്കിൽ മേളിൽ വോട്ടിംഗ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ ടിക്ടോക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതോ നിങ്ങൾ ലാസോയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? അവിടെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷോമിയുടെ സൈഡിൽ നിന്നാണ്. ഷോമിയുടെ യൂസർ ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഷോമി MIUI, അതിൻ്റെ ലേറ്റസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെർഷനാണ് MIUI 11. പക്ഷേ മിക്കവാറും MIUI 12 വരാൻ സാധ്യതയുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ടീസർ ഷോമി റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടീസർ കണ്ടാൽ നമുക്ക് തോന്നും കുറച്ചുകൂടി ഒരു മിനിമലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു മിനിമം അപ്രോച്ച് ആയിരിക്കും MIUI 12 വരാൻ പോകുന്നത്. ഫുൾ സ്പെസിഫിക്കേഷൻസും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നാൽ ഷുവറായിട്ട് ഞാൻ ഈ ടെക് ട്രെൻഡ്സ് എന്ന സീരീസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങളൊരു ടെക് എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ, ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ലോകമെമ്പാടുമുള്ള ടെക് അപ്ഡേറ്റ്സ് അറിയാനുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഞാൻ ഇതിൽ റെഗുലർലി ടെക് ട്രെൻഡ്സ് എന്ന ഈ സീരീസിലൂടെ പുതിയ ടെക് അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. നിങ്ങൾക്ക് ടെക് ട്രെൻഡ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് മിക്കവാറും അത് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഈ സർക്കിൾ ഞെക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഈസി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ വരെ ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.